2022 സംവിധായകൻ ലോകേഷും തളപതി വിജയും കൂടി ഒരു സിനിമ അങ്ങ് അനൗൺസ് ചെയ്തു. ലോകേഷ് ആണെങ്കിൽ ആ ടൈമിൽ സാക്ഷാൽ ഉലക നായകന് വിക്രം എന്ന സിനിമയിൽ കൂടി ഒരു ഗംഭീര കംബാക്ക് കൊടുക്കുകയും സൂര്യയ്ക്ക് റോളക്സ് എന്ന കൊടൂര വില്ലൻ കഥാപാത്രവും കൂടാതെ ഇന്ത്യൻ സിനിമയെ തന്നെ റീഡിഫൈൻ ചെയ്തുകൊണ്ട് ഒരു യൂണിവേഴ്സിന്റെ തുടക്കം ലോകേഷ് സൃഷ്ടിച്ചു. ലോകേഷിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡായ തളപതി വിജയുടെ കൂടെ ഒരു സിനിമ ലോകേഷ് അനൗൺസ് ചെയ്യുന്നത്. വിജയ് ആരാധകർക്ക് മാത്രമല്ല, ലോകേഷിന്റെ യൂണിവേഴ്സ് ഇഷ്ടപ്പെടുന്ന എല്ലാ സിനിമാ പ്രേമികളും ഒരുപോലെ ആ സിനിമയ്ക്കായി കാത്തിരുന്നു. ലിയോ LCUലാണോ അല്ലയോ എന്നുള്ള ചോദ്യം എല്ലാവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. റിലീസിന് മുമ്പ് തന്നെ ഒരുപാട് തിയറികളും ഡീകോഡിംഗ് ഒക്കെ കൊണ്ട് തന്നെ യൂട്യൂബ് നിറഞ്ഞിരുന്നു. ലിയോയും റോളക്സും തമ്മിൽ കണ്ടുമുട്ടുമോ? വിജയ് ഈ സിനിമയിൽ ഡബിൾ റോൾ ആണോ? പാർത്ഥിബന്റെ ഓൾട്ടർ ഈഗോയാണോ ലിയോ? അങ്ങനെ ഒരുപാട് ചോദ്യത്തിന് വിരാമം ഇട്ടുകൊണ്ട് ആ ദിവസം എത്തി. ഗംഭീര ഫസ്റ്റ് ഹാഫിൽ കൊണ്ട് നിർത്തിയ പാർത്ഥിബന്റെ പരിപാടി വിജയ് ആരാധകർക്ക് മാത്രമല്ല എല്ലാ പ്രേക്ഷകർക്കും ഒത്തിരി ഇഷ്ടമായി. സെക്കൻഡ് ഹാഫിൽ ഇനി ലിയോയുടെ പൂണ്ട് വിളയാട്ടം കാണാനിരുന്ന പ്രേക്ഷകരെ ലോകേഷിന് തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നും പറഞ്ഞ് സിനിമ മോശമെന്ന് അവകാശപ്പെടാൻ പറ്റില്ല. ഇത്രയും സംഭവ ബഹുലമായ ഫസ്റ്റ് ഹാഫിന്റെ കൂടെ മുട്ടി നിൽക്കാൻ സെക്കൻഡ് ഹാഫിന് ആയില്ല. സിനിമയുടെ റിലീസിന് ശേഷം അത് ഫേക്ക് ഫ്ലാഷ് ബാക്ക് ആണെന്നൊക്കെ അവർ പറഞ്ഞത് സത്യമാണെങ്കിലും അത് ഫേക്ക് ആണെന്ന് സിനിമയുടെ ക്ലൈമാക്സിൽ കൂടി കാണിച്ചിരുന്നെങ്കിൽ നന്നായേനെ. ലിയോയുടെ ശരിക്കുമുള്ള ഫ്ലാഷ് ബാക്ക് എന്താണെന്നും പിന്നെ എന്റെ രീതിയിലുള്ള തിയറികളുമാണ് ഈ വീഡിയോ. പിന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നന്ദിയുണ്ടേ. സിനിമയുടെ സെക്കൻഡ് ഹാഫ് കുറച്ചൊന്ന് ട്രിം ചെയ്തതിനു ശേഷം ക്ലൈമാക്സ് ഫൈറ്റ് എല്ലാം കഴിഞ്ഞ് വിജയ് തന്റെ പെട്ടി തുറക്കുന്ന സീൻ മുതലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ലിയോദാസ് ആ പെട്ടി തുറക്കുന്നു. ലിയോദാസിന്റെ പെട്ടിയിലുള്ള ഈ പുസ്തകമാണ് നരബലി നടക്കുന്ന സമയത്ത് ഇദ്ദേഹം ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ബിസിനസിന്റെ നല്ല നടത്തിപ്പിനായി നരബലി നടത്തിയിരുന്നത് ആന്റണി അല്ല, അത് ലിയോദാസ് ആണ്. ആന്റണി ശരിക്കും നല്ലവനാണ്. ഈ ഷോട്ട് അതിനൊരു തെളിവാണ്. ആന്റണി തൃഷയോട് ലിയോയെ കുറിച്ച് പറയുന്ന രംഗമാണിത്. நீ பார்த்திபன் நம்பி 20 வருஷம் வாழ்ந்துகிட்டு இருக்கிற ஒரு ஆளு இவ்வுயிருக்கு இல்லாம அத்தனை பேரை கொண்டு இருக்கிற ஒரு மோசமான கொலகாரன்னு தெரிய வரும் போது അത്രയും പേരെ കൊന്നൊടുക്കിയ ഒരു മോശമായ കൊലകാരൻ അതറിയുമ്പോൾ നീ എന്നെ വന്ന് കാണും. യഥാർത്ഥത്തിൽ നിന്റെ പുരുഷൻ ആരാണെന്ന് ഞാൻ പറഞ്ഞു തരാം. ലിയോയാണ് ശരിക്കും നരബലി നടത്തി ആൾക്കാരെ കൊന്നിട്ടുള്ള അത്രയും മോശമായ കൊലകാരൻ എന്നുള്ള കാര്യമാണ് ആന്റണി ദാസ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സീനിൽ ആന്റണി പറയുന്നുണ്ട്, അതായത് ലിയോദാസ് നരബലിയൊക്കെ നടത്തിയിരുന്ന സമയത്ത് അവരുടെ ബിസിനസ് നല്ല അടിപൊളിയായിട്ട് പൊയ്ക്കൊണ്ടിരുന്നു. എന്നാൽ ലിയോ അവിടെ നിന്ന് എല്ലാം നിർത്തിപ്പോയതിനു ശേഷം അവരുടെ ആ ബിസിനസ് പഴയ പോലെയുള്ള വളർച്ചയില്ല. അതുകൊണ്ടാവാം ലിയോ കാരണം നിന്നുപോയത് ലിയോയെ വെച്ച് തന്നെ ആരംഭിക്കണമെന്ന് ആന്റണി പറയുന്നത്. ഈ ഒരു സീനിൽ തൊഴിലിന് വേണ്ടി കണക്കില്ലാതെ ആൾക്കാരെ കൊന്നിട്ടുള്ള കാര്യം ലിയോ പറയുന്നുണ്ട്. അപ്പോൾ ലിയോ ആണ് ശരിക്കും നരബലി നടത്തിയിരുന്നതെന്ന് നമ്മളോട് പറയാതെ പറയുന്ന സീനായിരുന്നു അത്. ലിയോയോട് എന്തെങ്കിലും വൈരാഗ്യമോ അല്ലെങ്കിൽ കൊന്നുകളയാനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ ആന്റണിക്ക് അത് അവിടെ വെച്ച് തന്നെ ഈസി ആയിട്ട് ചെയ്യാമായിരുന്നു. എന്നാൽ അതല്ല ആന്റണിയുടെയും ഹരോൾഡിന്റെയും ലക്ഷ്യം. ലിയോയെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം, അതാണ് അവരുടെ ലക്ഷ്യം. എന്തെങ്കിലും വൈരാഗ്യമോ പകയോ ഉണ്ടായിരുന്നെങ്കിൽ ആന്റണിക്ക് തൃഷയും തൃഷയുടെ മോളെയും ഈസി ആയിട്ട് അവിടെ വെച്ച് തന്നെ കൊല്ലാമായിരുന്നു. പക്ഷെ ആന്റണി തൃഷയെ രക്ഷിക്കുകയാണ് ചെയ്തിരുന്നത്. ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്ന വയലന്റ് ആന്റണി അല്ല പ്രസന്റിൽ വരുമ്പോൾ. തൃഷയെ അറ്റാക്ക് ചെയ്യാൻ വരുന്നവരെ ആന്റണി തീർക്കുന്നുണ്ട്. ആന്റണി ഒരിക്കലും ലിയോയെ വയലൻസിൽ കൂടി നേരിടുന്നില്ല. അപ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ലിയോയാണ് ഇതിൽ ശരിക്കും വില്ലൻ. ലിയോയുടെ പ്രൊമോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലിയോയാണ് ശരിക്കും യഥാർത്ഥ വില്ലനെന്ന് ലോകേഷ് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാലത്ത് ആളുകളെയും മൃഗങ്ങളെയും കൊന്നൊടുക്കി ഇല്ലീഗൽ ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ എങ്ങനെ പെട്ടെന്ന് ഒരു കുടുംബസ്ഥനാവുകയും അവരുടെ കൂടെ മാന്യമായിട്ടുള്ള ജീവിതം ആഗ്രഹിച്ച് അവരുടെ കൂടെ ഇപ്പോൾ പാർത്ഥിബൻ എന്ന ഐഡന്റിറ്റിയിൽ നല്ലൊരു അച്ഛനായി നല്ലൊരു ഭർത്താവായി ജീവിക്കുന്നു. എന്തുകൊണ്ടായിരിക്കാം ലിയോ ഇങ്ങനെ ഒരു മാറ്റം മാറിയത്? എന്തുകൊണ്ടായിരിക്കാം പാർത്ഥിബന്റെ സാധാരണ ജീവിതം ലിയോ തിരഞ്ഞെടുത്തത്? എന്റേതായിട്ടുള്ള ഒരു തിയറി ഇതാണ്. ലിയോയും എൽസിയും കുഞ്ഞായിരിക്കുന്ന സമയത്ത് ദാസ് ആൻഡ് കോയുടെ ബിസിനസ് വളരെ ഡള്ളായിരുന്നു. ആ സമയത്താണ് നരബലിയെ കുറിച്ച് ആന്റണിയും ഹരോൾഡും അറിയുന്നത് ഇദ്ദേഹം വഴി. ബിസിനസിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള പറ്റിയ ജാതകങ്ങൾ നോക്കിയപ്പോൾ അതിൽ ഏറ്റവും അനുയോജ്യമായി വന്നത് ലിയോദാസിന്റെ അമ്മയുടെ ജാതകമാണ്. അങ്ങനെ ആന്റണി ഹരോൾഡിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നു. ലിയോയുടെ അമ്മയെ ബലി കൊടുക്കുന്നു. എന്നാൽ ലിയോയും എൽസയും ഈ കാര്യം അറിയാതെയാണ് വളരുന്നത്. അങ്ങനെ അതിനുശേഷം ബിസിനസ് വളർന്നു തുടങ്ങി. ഹരോൾഡും നരബലി നടത്തിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ലിയോയും വളർന്നൊരു പ്രായമായപ്പോൾ ഇദ്ദേഹം പറയുകയാണ് ലിയോയുടെ ജാതകം അനുസരിച്ച് ഇനി മുതൽ ലിയോ നരബലി ചെയ്താൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ 10 മടങ്ങ് ബിസിനസ് വളരാൻ സാധിക്കുമെന്ന്. അതുമാത്രമല്ല ലിയോയുടെ കയ്യിൽ ദാസ് ആൻഡ് കോയുടെ കൺട്രോൾ വന്നപ്പം
സ്വാഭാവികമായി ഇത്രയും നാൾ ബിസിനസ് നോക്കി നടത്തിയ ഹരോൾഡിന് ലിയോയോട് ഈഗോ അടിക്കും. അങ്ങനെ സന്തോഷത്തോടെ ആഘോഷിച്ചിരിക്കുമ്പോഴാണ് ഇയാൾ പറയുന്നത് ലിയോ ദാസിനെ അല്ലെങ്കിൽ എലിസ ദാസിനെ ബലി കൊടുക്കണമെന്ന്. ലിയോയോട് ശത്രുതയുള്ള ഹരോൾഡ് തീർച്ചയായിട്ടും ലിയോയെ ബലി കൊടുക്കാൻ ആന്റണിയോട് പറഞ്ഞു. പക്ഷെ ലിയോയെ അത്രയും ഇഷ്ടമുള്ള ആന്റണി എലിസയെ ബലി നൽകാമെന്ന് തീരുമാനിച്ചു. സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലാൻ ശ്രമിക്കുന്ന ലിയോയ്ക്ക് അത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ആന്റണി അറിയാതെ ആ കാര്യം പറയുന്നത്. അങ്ങനെ ലിയോ അതറിയുന്നു. ബിസിനസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ആദ്യം ഇവർ കൊന്നത് തന്റെ സ്വന്തം അമ്മയായിരുന്നുവെന്ന്. തകർന്നുപോയ ലിയോയുടെ മുമ്പിൽ വെച്ച് തന്നെ ഹരോൾഡ് എലിസയെ കൊല്ലുന്നു. തനിക്ക് ചുറ്റുമുണ്ടായിരുന്നത് തന്നെ സ്നേഹിക്കുന്ന കുടുംബമല്ല, തൊഴിലിന്റെ വളർച്ചയ്ക്ക് വേണ്ടി സ്വന്തം മകളെയും ഭാര്യയും കൊല്ലാൻ മാത്രം ക്രൂരരായ ആളുകളുടെ കൂടെ ആയിരുന്നുവെന്ന്. ഇതറിയുമ്പോൾ ലിയോ തകർന്നു പോകുന്നു. ആ മനോവിഷമത്തിലാണ് ലിയോ ആ ഒരു തൊഴിലും ഐഡന്റിറ്റിയും ഉപേക്ഷിച്ച് തന്നെ സ്നേഹിക്കുന്ന, തനിക്ക് സ്നേഹിക്കാൻ കഴിയുന്ന ഒരു കുടുംബത്തെ ഉണ്ടാക്കുന്നതും വേറൊരു ഐഡന്റിറ്റി ജീവിതം തുടങ്ങുന്നതും. പിന്നെ എൽസിയുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്റെ മറ്റൊരു തിയറി ഇതാണ്. ഈ ഒരു ബ്ലാസ്റ്റ് നടക്കുന്ന സമയത്ത് ലിയോ, എലിസ, ഹരോൾഡ്, ആന്റണി കൂടാതെ അവിടെ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഒരു 20 വയസ്സുള്ള ഒരു പയ്യൻ. അവന്റെ പേര് അലക്സ് ഹരോൾഡ്. ഹരോൾഡ് ദാസിന്റെ മകനാണ് അലക്സ്. ആ ബ്ലാസ്റ്റ് നടക്കുമ്പോൾ ആ പയ്യനും തെറിച്ച് വെളിയിൽ വീഴുകയാണ്. അതിനുശേഷം അലക്സിനെയും ലിയോയെയും ആന്റണിയും ഹരോൾഡും കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് വർഷത്തിന് ശേഷം ലിയോയെ അവർ കണ്ടെത്തി. ലിയോയെ കണ്ടെത്തിയ ആന്റണിയെയും ഹരോൾഡിനെയും ലിയോ തീർക്കുന്നു. അവരെ തീർത്തിട്ട് വീട്ടിലെത്തിയ ലിയോയ്ക്ക് ഒരു ഫോൺ കോൾ വന്നു. അത് വിക്രമിന്റെ ആണെന്ന് നമുക്കറിയാം. അതിനുശേഷം ലിയോയ്ക്ക് ഒരു കൊറിയറും വന്നു. ആ ബോക്സിൽ ഫ്രം അലക്സ് ഹരോൾഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് കണ്ട ലിയോ ആ ഗിഫ്റ്റ് തുറന്നു നോക്കുമ്പോൾ അതൊരു എക്സ്പെൻസീവ് വാച്ചാണ്. ആ വാച്ച് കയ്യിലെടുത്ത് ലിയോ തന്റെ മുഖത്തിന് നേരെ കൊണ്ടുവരുന്നു. ആ വാച്ചിന്റെ ബ്രാൻഡ് നോക്കുന്ന വിജയ് കാണുന്നത് റോളക്സ് എന്നാണ്. ശേഷം റോളക്സ് വാച്ചും ലിയോയും നേർക്കുനേർ നിൽക്കുന്ന ഷോട്ട് കാണിച്ചുകൊണ്ട് പടം അവസാനിപ്പിക്കണം. അതായത് ഇനി വരാൻ പോകുന്നത് റോളക്സ് വേഴ്സസ് ലിയോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഭൂരിഭാഗം എൽസിയു ഫാൻസും ആഗ്രഹിച്ചിരുന്നത്. ഇത് എന്റെ വക ഒരു തിയറിയാണ്. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ കമന്റിൽ അറിയിക്കുക. പിന്നെ നിങ്ങളുടേതായിട്ടുള്ള തിയറികളും കമന്റിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സഹായിക്കുവായി. പിന്നെ നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ള സിനിമാ വാർത്തകളും വിശേഷങ്ങളും എന്തൊക്കെയാണെന്ന് കമന്റിൽ അറിയിച്ചാൽ നിങ്ങളുടെ ആഗ്രഹപ്രകാരം അത് ഞങ്ങൾ വീഡിയോസ് ആക്കി വരുന്ന ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.